എൻ്റെ ഹെൽപ്പ് വേണം നാത്തൂനെ. വേണ്ട, ഇത് കഴിഞ്ഞ്. അതെയാ? അല്ല, നമ്മൾ അപ്പം വിളിക്കലുണ്ടാ? അവനപ്പം വരുവാ? എനക്കറിഞ്ഞൂടെ, എന്നെ വിളിച്ചിട്ട് തന്നെ 2 ദിവസമായി. എന്നെ വിളിച്ചിട്ടില്ലെങ്കിലും അവൻ്റെ കുരുത്തം കെട്ട പെങ്ങളവൻ വിളിക്കുന്നുണ്ട്. തമ്മി കണ്ട 2 അടിയെങ്കിലും സ്ഥിരം വിളിക്കോളെ. എന്നാ ഇവിടെ എന്നെ കുറിച്ച് കുറ്റം പറയുന്ന? നിന്നെ ഞാൻ നോക്കിയിരിക്കലേനു. അപ്പം വിളിച്ചനാ? അവനെപ്പ വരുവാ? എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അമ്മക്ക് വിളിച്ച് ചോദിച്ചൂടെ എപ്പോൾ വരുവാന്ന്? എല്ലാം ഞാൻ എന്നെ ചോദിക്കണം. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ മാളുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഓ, പേര് പറഞ്ഞ് വായിലേക്ക് നാവിട്ടില്ല. ദേ വിളിക്കുന്നത് നിങ്ങളുടെ മോൻ. ഹലോ. നിനക്കെന്താടി വിളിച്ച ഫോൺ എടുത്താ? എത്ര സമയം ഞാൻ വിളിക്കുന്നു? കുരുപ്പേ, എന്തിനാ വിളിച്ചെന്ന് വെച്ചാൽ പറ. നീ നാളെ രാവിലെ എയർപോർട്ടിൽ വരണം. ഞാൻ നാളെ നാട്ടിലേക്ക് വരുവാ. എന്റെ മുത്തപ്പ, എന്താ പറ്റിയേ? ഓനെന്താ പറഞ്ഞു? കട്ടാക്കിയ? ഓ, അതൊന്നുമല്ല. നാളെ ഞങ്ങളെ മോൻ വരുന്നുണ്ട്. അതെന്നെ കാര്യം. ഇനി ഞാൻ എന്ത് ചെയ്യും മുത്തപ്പ? ആ കുരുപ്പ് വന്നാൽ ഒന്നും നടക്കൂല. നാളെ രാവിലെ വരുമോ അതോ രാത്രി വരുമോ? എന്തായാലും നീ പോയി കൂട്ടിയാൽ മതി. ഒന്നും മിണ്ടാണ്ടിരിക്കോ രണ്ടും. ഞാൻ പോന്നു. അതും പറഞ്ഞ് അവളവിടെ പോയി. പെണ്ണിനിപ്പോൾ ആരോട് എന്ത് പറയണമെന്നോ ഒരു ബോധമില്ലാണ്ടായി. വീട്ടിലേക്ക് നാത്തൂനെ അവള് തമാശക്ക് പറയുന്നല്ലോ. അച്ഛാ, നാളെ ഏട്ടൻ വരും. അച്ഛൻ വരില്ല എന്നെ വെച്ച് എയർപോർട്ടിൽ? നാളെ എനിക്ക് വേറെ സ്ഥലം വരെ പോകാനുണ്ടല്ലോ. അച്ഛൻ ഫ്രീ അല്ലേ? അച്ഛനെ കൂട്ടിക്കോ നീ. ഓനെല്ലാം നോക്കിക്കോളൂ. എന്നാടാ പോയില്ല നീ എൻ്റെ പെണ്ണിനെ വെച്ച്? ഓൻ വരുമ്പോള് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. രണ്ടും ഒപ്പരം പോയി അടി കൂടിയ രണ്ടിനെ ഞാൻ വീട്ടിലോട്ട് കയറ്റൂല. ദേവൂട്ടിയെ, നമ്മൾ ഇറങ്ങുന്നു. നാളെ വരാം. അപ്പു വരുന്നില്ലേ? അപ്പൊ നമ്മളിങ്ങ് എത്തിക്കോളാം. അല്ല, നിങ്ങളെല്ലാരും പോന്നാ? അച്ഛൻ വരുന്നുണ്ടോ? എടാ ചെക്ക, നീ പോയാൽ നിന്റെ മീൻ വറുത്തോള് തിന്നും കേട്ടാ. പിന്നെ എന്നെ പറയാറ്. ഞാനും പോന്നാ മാമ. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഏതായാലും നാളെ രാവിലെ ഇങ്ങോട്ട് വരേണ്ടതല്ലേ. പിന്നെ എൻ്റെ മീൻ വറുത്തത് അതിന്ന് തിന്നോട്ട്, കുഴപ്പമില്ല. നാളെ ഞാൻ എടുത്തോളാം. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ടും മാളുവിന് മാത്രം ഉറക്കം വന്നില്ല. അവൾ എന്തൊക്കെയോ ആലോചിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ആരുടെയൊക്കെയോ മുഖങ്ങൾ ഓടി വന്നു. അപ്പോഴാണ് മാളുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. അവൾ ഫോണെടുത്ത് മെസ്സേജ് നോക്കാൻ തുടങ്ങി. മെസ്സേജ് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷം അവളുടെ മുഖത്ത് പെട്ടെന്ന് വന്നു. കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. എന്തെല്ലാം കഴിഞ്ഞ് നമുക്ക് പോകണ്ട. നേരത്തെ കഴിഞ്ഞ വേഗം തട്ടി വേഗം അല്ലേ ഞാൻ ഓ നടക്കങ്ങോട്ട്. മമ്മി, നമ്മൾ പോയിട്ട് വരാം. ശരി എന്നാ. അച്ഛനോട് പറഞ്ഞേക്കട്ടാ. അല്ല വളട്ടി, അപ്പൊന്ന് നേരത്തെ വരുന്നു. എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. എല്ലാം വന്നിട്ട് പറയാന്നാ പറഞ്ഞത്. 1.5 മണിക്കൂർ നീണ്ട യാത്രയിൽ അവൻ ഒരുപാട് സംസാരിച്ചെങ്കിലും മാളും മൗനം തന്നെയായിരുന്നു. അവൾ എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. വെറുതെ നേരത്തെ വന്ന് ഫ്ലൈറ്റ് വരാനാവുന്നതേ ഉള്ളൂ. അതല്ലോ ഇതാന്ന് പറയുമ്പോ പത്തും. എനിക്ക് സൗണ്ടല്ലേ ഉണ്ടാ? നേരത്തെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ ചെറുതായിട്ട്
മാളു ദി ഫ്ലൈറ്റ് വന്നു വാ. എന്തേ അപ്പൂ വരുന്നു? എടുത്തു. അത് അപ്പോട്ടനൊന്നല്ല, വേറെ ആരുമാണ്. എൻ്റെ മോള് കണ്ണൊന്ന് ശരിക്കും തോർന്നു നോക്ക്. നിന്റെ ഏട്ടൻ തണ്ടി തന്നെ അത്. മണിമാരനായി നിന്മാരിൽ ഞാൻ കുറി ചാട്ടണം. ആട്ടോറും വീട്ടിലെ മീന് പോൽ തുള്ളണം അമ്മാനെ കുഞ്ഞുമാവേ. എന്തെല്ലാം മാറ്റം സംഭവിച്ച്. ഇതിന് മാത്രം ഒരു മാറ്റവുമില്ല. മാളൂട്ടി, അച്ചോടാ എന്ത് പറ്റി എന്റെ കൊച്ചിന്? കണ്ണൊക്കെ നിറഞ്ഞല്ലോ. നീ ഒന്നും പറയണ്ട കുറിപ്പ്. അന്ന് പോയതല്ലേ, എന്നൊരു നോക്കൊന്ന് കാണുക. അതില്ല, ഞാൻ തന്നെ ഒരുപാട് മിസ് ചെയ്തട്ടോ. കരയണ്ടാട്ടോ, ഇനി എന്നായിട്ടും കൂടിയുണ്ടോ. രണ്ടിൻ്റെ സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. അയ്യോ, പോകാനായിട്ടില്ല, ഒരാൾ കൂടി വരാനുണ്ട്. ഈ കൊരട്ട് എവിടെ പോയി? ആദി അല്ല, ആദ്യം വന്നിനാ? ആ, ദേ വരുന്നു. ഒന്ന് വേഗം വാടാ. ആദ്യം വന്നു, ഇനി ആരില്ലല്ലോ, നമുക്ക് പോകാം. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. എന്നാ അച്ചോട്ടൻ പോയിട്ടോ, ഞങ്ങളിവിടെ ഇവളെന്താ കണ്ടിട്ടൊന്നും മൈൻഡാക്കത്തെ ആയിട്ടില്ല, ശരിയാക്കി തരാം. മാഡം, നീ ബാക്കിൽ കയറിക്കോ, ഞാൻ ഫ്രണ്ടിൽ കയറിക്കോളാം. അതൊന്നും ശരിയാവില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, കയറി. നിന്റെ ഹോസ്പിറ്റൽ വർക്കല്ല ഇപ്പം എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ടോ? ആ, അതൊരു കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. നിങ്ങൾക്ക് സുഖമല്ലേ രണ്ടാക്കും? അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ വെറുതെ ലീവിന് വന്നിട്ടോ, കുറേ ആയല്ലോ അങ്ങ് പോയിട്ട്. അതെ, സോറി. ഒന്ന് വേണ്ടോ? മിണ്ടാതെയാണോ കാറിൽ നിന്ന് ഞാൻ എടുത്ത് എറിയും. ഞാൻ അറിഞ്ഞോണ്ടല്ലോ, അറിയാതെ അല്ലേ. ഏട്ടനെ വിളിക്കണം വേണ്ടേ? കുരിപ്പ് സമ്മതിക്കൂല.
സോറി, ഇനി ഞാനിത് ആവർത്തിക്കില്ല. അപ്പോൾ ക്ഷമിച്ചല്ലോ. നീ പട്ടി. ഓ വേണ്ടായിരുന്നു. ആദി, വീട്ടിൽ കയറിയിട്ട് പോകട്ടോ. അതൊന്നും വേണ്ട, ഞാൻ പിന്നെ ഒരു ദിവസം വന്നാൽ പോരെ. ഏതായാലും ആ വഴിയാ പോകുന്നത്, അപ്പൊ കയറിയിട്ട് പോയാൽ മതി. ദേവു, അവരെത്തിട്ടോ? എന്തേ ഇറങ്ങുന്നില്ലേ? നടക്കങ്ങോട്ട്. അമ്മേന്റെ അപ്പക്കുട്ടൻ വന്നല്ലേ, ഇനി എനിക്ക് ആ കുഴിപ്പിനെ വേണ്ട. മോളെ ദേവൂട്ടി, അപ്പക്കുട്ടൻ ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങ് പോകും, പിന്നെ ഞാനേ ഉണ്ടാവും. ഇനി ഇപ്പോഴേ ഒന്നും ഞാൻ ഓനെ വിടൂല. നിന്റെ കല്യാണം കഴിഞ്ഞ് ഓൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓനെ ഞാൻ എങ്ങോട്ടെങ്കിലും ഇനി വിടും. ഏട്ടനെ എന്നാ വേഗം കെട്ടിച്ച് വിടാം നമുക്ക്. ഏട്ടന് മുന്നേ അനിയത്തിനെ ഞാൻ പറഞ്ഞു വിടും. അമ്മ മതി, നിർത്ത്. ആദ്യം വന്നിട്ട് നിങ്ങൾ ഓനകത്തേക്ക് വിളിച്ചിരാ. എല്ലാരും പോയേ. ക്ഷമിക്കും മോനെ, ആ പെണ്ണിന്റെ വായടപ്പിക്കാൻ ഓരോന്ന് പറയുന്നത്. എൻ്റെ മോൻ കയറി വാ. അച്ഛൻ സുഖല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. നിനക്കടെ കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖല്ലേ? ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പോന്നു. അപ്പോ സുഖല്ലേ നിനക്ക്? ആ അമ്മായി, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പോന്നു. അല്ല, നമ്മളെ മാമനെടുത്തു കണ്ടിട്ടില്ലല്ലോ? അങ്ങനെ ദേവൂട്ടി സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ട് കുറേ സമയമായി, ഇതുവരെ വന്നിട്ടില്ല. വരുമ്പോഴേക്കും ഓളെ വാലത്തെ ഫുള്ള് കേൾക്കുക. അല്ല, എന്താണ് നടക്കുന്നത്? ഇപ്പൊ എന്നെ അയക്കുമ്പോ അല്ലേ? സാരില്ലളിയ, നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനില്ലടാ. അച്ഛൻ എല്ലാം നിന്റെ കാര്യത്തെ തീരുമാനമായിടാ. നീ നോക്കിക്കോ, നീ പോടാ മാറി. നിനക്ക് വെറുതെ വീട്ടിൽ നിന്ന് കിട്ടുന്നത്. പോത്ത് പോലെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മൂന്നിനും ബുദ്ധിയില്ല, വിവരവും ഇല്ല. കാണുന്നില്ലേ കളിക്കുന്നില്ലെന്ന്. ബാക്കി രണ്ടിനും കുറവാണെങ്കിലും തീരെയില്ലാത്ത അമ്മേൻ്റെ അപ്പക്കുട്ടനാണ്. അങ്ങനെ മോനെ, നിന്റെ കിളിയനും പാറിയാ. തുടങ്ങുന്നതേ ഉള്ളൂ. ഈ തിങ്ങളെല്ലാം ഒന്ന് പോട്ടെ, എന്നിട്ട് ഇവനൊക്കെ കുറച്ച് കണക്ക് തീർക്കാൻ. പിന്നെന്താ, ഞാൻ എപ്പോഴേ റെഡി. അല്ല, എന്ത് തുടങ്ങുന്ന കാര്യ? എന്നെ കൂടി കൂട്ടുമോ? നല്ല തന്ത. പിള്ളേരെ പറഞ്ഞ് നേരെയാക്കാനുള്ള അവരൊന്ന് ചടി കൂടാൻ നടക്കുന്നു. അല്ല, അതെനിക്ക് വരുന്നുണ്ടായേ. പാവം തന്തപ്പടി. അപ്പോ എന്നാ ഞാൻ ഇറങ്ങുക, നിങ്ങൾക്ക് പിന്നെ കാണാം. അമ്മ പോയിട്ട് വരാട്ടോ. ആ മോനെ, പോയിട്ട് വാ. ശരി അളിയ, നാളെ കാണാം. ഓക്കെ. തിരിഞ്ഞ് നോക്കണോ? അവള് നോക്കൂ. നോക്കല്ലേ? നോക്കണം. ഞാൻ നോക്കാം. മതിയേടാ നോക്കിയത്, നീ വീട്ടിൽ പോകാൻ നോക്കും. എൻ്റെ മുത്തപ്പ, നീ ആയിരുന്ന ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിരിക്കുന്നു. നിനക്കിങ്ങനെ നോക്കാതെ അവളോട് കാര്യം പോയി പറഞ്ഞോട്ടെ. എന്തിനാ നിങ്ങൾ മറച്ചു വെക്കുന്നത്? ഞാൻ കാര്യം ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നു. അതെപ്പോ? അതന്ന് നമ്മൾ നാട്ടിൽ വന്നും പറഞ്ഞില്ലേ? അന്ന് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിരുന്നു രാത്രി. പിന്നെ ഇന്ന് വന്നപ്പോൾ കാറിൽ നിന്ന് ഞാൻ അവർക്ക് ഒരു സൂചന കൊടുത്തു. നിന്റെ പെങ്ങൾക്കത് മനസ്സിലാവണ്ടേ? മാലൂട്ടി, ഇത് ഞാനാ ആദി. എന്നോട് ദേഷ്യമാണോ നിനക്ക്? പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് ഞാനും കരുതിയതാണ്. പക്ഷെ സാഹചര്യം അതെനിക്ക് പറ്റിയില്ലടി. നാളെ അപ്പു വരുമ്പോൾ കൂടെ ഞാനും വരും. എയർപോർട്ടിൽ നീ വരില്ലേ? എന്തെന്നറിയില്ലടി, എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല. നിന്നെ വല്ലാതെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതുവരെ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചതാണ്. പക്ഷെ അവളൊന്നും മിണ്ടാതായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അവളുടെ കൈ കയറി പിടിച്ചു. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. എന്നെ നോക്കി ചിരിക്കട ചെയ്തേ.
എടാ സാമദ്രോഹി, ഇപ്പോഴാണോ നീ ഇതൊക്കെ പറയുന്നത്? നിനക്ക് അവളെ തന്നെ വേണോ? എൻ്റെ പെങ്ങളായത് കൊണ്ട് പറയല്ല, കുരുത്തൊക്കെ എന്നെ കയ്യും കാലും വെച്ച സൈസാത്. എടാ അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അവളെ വേണം. ഇതാ പറയുന്നത്, വരാനുള്ളത് വഴി തങ്ങൂലെന്ന്. അപ്പോൾ നീയായിട്ട് തിരഞ്ഞെടുക്കുന്നതല്ലേ, ഞാനായിട്ട് ഇനിയൊന്നും പറയില്ല. ഞാൻ എന്തായാലും അവളോട് സൂചിപ്പിക്കാം. ശരിയടാ, ഞാൻ ഇറങ്ങുക. വീട്ടിൽ അവരെന്നെ നോക്കിയിരിക്കുമായിരിക്കും. എന്തായാലും നീ നൈറ്റ് വിളിക്കുക, അവളോട് ചോദിക്കുക. അവളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ അവൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലോ. നീ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. അയ്യേ, നീ വീട്ടിൽ പോകാൻ നോക്ക്, എല്ലാം ഞാൻ ശരിയാക്കി തരാം. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അതും പറഞ്ഞ് ആദ്യം അവിടുന്ന് യാത്രയായി. ഇവിടെ ഒന്നും ആരും ഇല്ലേ? എല്ലാരും എവിടെ പോയി? വാതിലും തുറന്നിട്ടുണ്ട്, ആരുമില്ല. നൈസായിട്ട് അകത്തോട്ട് കയറാം. നൈസായിട്ട് കയറാൻ വരട്ടെ. എൻ്റെ മോൻ ഇത്ര സമയം എവിടെ ആയിരുന്നു? രാവിലെ വന്നതല്ലേ, എവിടെ ആയിരുന്നു? ഈ സൗണ്ട് ഞാൻ എവിടെ? മുത്തപ്പ, അമ്മൂട്ടി. അമ്മൂട്ടി, നിനക്ക് സുഖല്ലേ മോളെ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ? പിന്നെ പരമസുഖല്ലേ ഇവിടെ. നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. മിണ്ടാതിരിക്കുക, ഒരു അമ്മ കേൾക്കും. ആദ്യം നീ മിണ്ടാതിരിക്കടാ, എന്നിട്ട് മതി ഞാൻ മിണ്ടാതിരിക്കുന്നത്. എടി, ഞാൻ നിന്റെ ഏട്ടനാണ്, അത് മറക്കരുത്. അതാ എനിക്കും പറയാനുള്ളത്. നിന്റെ ഭാഗ്യക്കുറവ് കൊണ്ടും എൻ്റെ ഭാഗ്യ കൂടുതൽ കൊണ്ടും അമ്മ ഇവിടെ ഇല്ല. അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. കാലൻ്റെ അടുത്താണല്ലോ മുത്തപ്പ നീ എന്നെ കൊണ്ടെത്തിച്ചത്. ഇത്രയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. എന്തായാലും അവൻ പറഞ്ഞത് കറക്റ്റാ, വരാനുള്ളത് വഴി തങ്ങില്ല, നേരെ തലയിൽ തന്നെ വന്ന് വീഴും. അതേടാ, ഞാൻ കാലം തന്നെയാണ്, നിന്റെ കാലം. മര്യാദക്കുള്ളതുള്ളത് പോലെ പറഞ്ഞില്ലെങ്കിൽ അമ്മ വരുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. അമ്മൂട്ടി, നീ എവിടാ? അമ്മ, ഞാനിവിടെ തന്നെയുണ്ട്. നമ്മൾ കൂടാതെ ഇവിടെ വേറെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അതി, അമ്മ, അമ്മയ്ക്ക് സുഖല്ലേ? ആ മോനെ, സുഖമായിട്ട് പോകും. നിനക്ക് സുഖല്ലേ മോനെ? അവിടെ വേറെ കുഴപ്പമൊന്നോ? എന്നെ കഴിച്ചോ നീ? എനിക്കൊരു കുഴപ്പമില്ല അമ്മ, എനിക്കിനി ഒന്ന് കുളിക്കണം, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ഹലോ ഓൾഡ് ഗൈസ്, ഞാനൊരാൾ ഇവിടെ ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും എനിക്ക് തരുമോ? അതോ പുന്നാര മോൻ വന്നുകൊണ്ട് ഇനി മോൻ്റെ പുറകെ പോവോ? അമ്മ, അടുക്കളയിൽ വല്ല പഴമുണ്ടെങ്കിൽ കൊണ്ടുപോവാ, നമുക്കിവിടെ വാല് തള്ളിക്കൊടുക്കാം. അങ്ങനെയെങ്കിലും ഇത് കുറച്ച് സമയം ഉണ്ടാതിരിക്കുമല്ലോ. എടാ ഏട്ടൻ തണ്ടി, ഞാൻ പറയട്ടെ പഴം ആർക്കാ കൊടുക്കണ്ടേന്ന് അമ്മയോട്? പറയട്ടെ? പറയൂ നീ, എന്നാ പറയടി. നീ പറഞ്ഞാലും എനിക്കിനി ഒന്നുമില്ല, കാരണം ഞാനെല്ലാം അമ്മയോട് പറയാൻ പോയിന്ന്. അപ്പൊ നീ എന്ത് ചെയ്യും? മോനെ ആദിക്കുട്ട, നീ നമ്മളമ്മയോടല്ലേ പറയൂ. ആൻറ്റിയോട് ഞാൻ വിളിച്ചു പറഞ്ഞാലോ? അമ്മൂട്ടി നോ, ഏട്ടന്റെ പൊന്നല്ലേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നീ പോടതേണ്ടി. അമ്മു, അതിനും കൂടി കഴിക്കാൻ വാ. അങ്ങനെ ആ സമയം അവരുടെ പരാതികളും പരിഭവങ്ങളും കുസൃതികളുമായി കടന്നുപോയി.